ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഇതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കും. 10, 12, 28 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച താറാവ് മുട്ട വിരിഞ്ഞു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ 50 മുട്ടയായിരുന്നു ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിന്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാകും. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത്, കൊത്തുമുട്ട അല്ലാത്തത്, നമ്മളുടേതായിട്ടുള്ള പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിന്റെ പേരിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് മുട്ട, കൊത്തുമുട്ട അല്ലായിരുന്നു, കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു. അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നെല്ലാം നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. നോക്കിയോ, ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഇതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഇപ്പം വിരിഞ്ഞിറങ്ങുന്നേ ഉള്ളൂ. ഇത് മുട്ടത്തോടൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. ഇതണ്ട, നമ്മൾ എണ്ണിയില്ല, കുറേ ഉണ്ട്. ഇത്രയും മുട്ടകൾ, താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത്. എല്ലാം പ്യോർ കുട്ടനാടൻ താറാവാണ് കേട്ടോ. അപ്പോൾ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ടുള്ളതാണ്. നമ്മൾ വിരിയോന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യില്ല. നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇൻക്യുബേറ്ററൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി. പുതിയൊരു പണിക്കാരൻ വന്നു. അപ്പോൾ അവനതിനകത്ത് താമസം, അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട്, അതായത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് കൊടുക്കണം. ഇവന്മാരി ഈ വയറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് കുരുങ്ങി ആ പ്രശ്നമൊക്കെ ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം. അപ്പോൾ അത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടോ ഇറങ്ങിയേക്കുന്ന ചാര. ഇതിനകത്ത് ഈ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലി താറാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലി താറാവുകളുടെയാണ്. ഗ്രേ കളർ വരുന്ന ചാരത്താറാവ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്റർ